ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രഡിക്ഷൻ ബേസ്ഡ് ഓൺ PYQ പാർട്ട് 3. പാർട്ട് 1 നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിന് ചെയ്തിട്ടുണ്ട്, പാർട്ട് 2 തെർമോഡൈനാമിക്സിന് ചെയ്തിട്ടുണ്ട്. ഇനി പാർട്ട് 3 കെമിക്കൽ ഇക്വിലിബ്രിയം എന്നുള്ള ഭാഗത്തു നിന്നാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിൽ അയോണിക് ഇക്വിലിബ്രിയം ഉൾപ്പെടുത്തിയിട്ടില്ല, അത് നമുക്ക് വേറെ തന്നെ ഒരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. കാരണം കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇക്വിലിബ്രിയത്തിൽ നിന്ന് മൂന്ന് ഭാഗം ഇക്വിലിബ്രിയം: ഫിസിക്കൽ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം, അയോണിക് ഇക്വിലിബ്രിയം. ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിന് പൊതുവെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. ക്വസ്റ്റ്യൻ വരുന്ന രണ്ട് ഭാഗമാണ് കെമിക്കൽ ഇക്വിലിബ്രിയം അതേപോലെ അയോണിക് ഇക്വിലിബ്രിയം. അതിലെ കെമിക്കൽ ഇക്വിലിബ്രിയം ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. വേറൊരു വീഡിയോയിൽ അയോണിക് ഇക്വിലിബ്രിയം ഇതിന്റെ ബാക്കി നമ്മൾ ചെയ്യും. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നീറ്റ് 2024 റീ എക്സാമിനേഷൻ നടന്ന ഒരു എക്സാം ഉണ്ടായിരുന്നല്ലോ, അതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫോർ ദ റിയാക്ഷൻ ഇൻ ഇക്വിലിബ്രിയം ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ചോദ്യം എന്താ? റിയാക്ഷൻ ഈസ് ഫേവേർഡ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. ഫോർവേഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന ചോദ്യം. ലാഷാലിയർ പ്രിൻസിപ്പിളാ മക്കളെ. ലാഷാലിയർ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ലാഷാലിയർ പ്രിൻസിപ്പിൾ വഴി കുറെ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ടോപ്പിക്കുകളുടെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. രണ്ട് ക്വസ്റ്റ്യൻ എനിക്ക് ഇന്ന് തന്നെ ചെയ്യാൻ പറ്റും, കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, അത് നമുക്കറിയാം. ഇത് എന്ത് റിയാക്ഷനാ? എക്സോതെർമിക് റിയാക്ഷൻ. ഡെൽറ്റ എച്ച് ഈക്വൽ ടു മൈനസ്. അതുകൊണ്ട് എന്തായാലും ഇത് എക്സോതെർമിക് റിയാക്ഷനാ. ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോതെർമിക് എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ടെമ്പറേച്ചർ കുറക്കുന്നതാണ് നല്ലത്. ഇനി വേറൊരു പ്രഷറിന്റെ കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രഷർ കുറക്കുമ്പോൾ സിസ്റ്റം പ്രഷർ കൂട്ടാൻ നോക്കും. സിസ്റ്റം പ്രഷർ എങ്ങനെ കൂട്ടല്? കൂടുതൽ നമ്പർ ഓഫ് മോൾ ഏത് സൈഡിലാണോ ഉള്ളത് അങ്ങോട്ട് റിയാക്ഷൻ നടന്നാൽ മതി. നോക്കിക്കേ, ഇവിടെ 4 മോളാണ്, 4 മോൾ ഗ്യാസ് ആണ് റിയാക്ടന്റ് സൈഡില്, 2 മോൾ ഗ്യാസ് ആണ് പ്രൊഡക്റ്റ് സൈഡില്. അപ്പൊ കുറവ് നമ്പർ ഓഫ് മോളുടെ ഭാഗത്തോട്ട് റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ സിസ്റ്റം പ്രഷർ കുറക്കാനാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രഷർ കൂട്ടണം. അതായത് പ്രഷർ നമ്മൾ കൂട്ടുക. അപ്പൊ സിസ്റ്റം പ്രഷർ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കൗണ്ടറാക്ട് ചെയ്യും, പ്രഷർ കുറക്കാൻ നോക്കും. പ്രഷർ കുറക്കാൻ നോക്കുക മീൻസ് കുറവ് നമ്പർ ഓഫ് മോൾ എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് റിയാക്ഷൻ നടക്കും. പ്രൊഡക്റ്റ് സൈഡിലല്ലേ കുറവ് നമ്പർ ഓഫ് മോൾ ഉള്ളത്, അതുകൊണ്ട് അങ്ങോട്ട് റിയാക്ഷൻ നടക്കും. ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ആയില്ലേ? ആയി. അടുത്തത് ലോ ടെമ്പറേച്ചർ. പഠിക്കണം, ആ പോയിന്റ് നിർബന്ധമായിട്ടും പഠിക്കുക. ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോതെർമിക് എന്ന് പഠിക്കാം. ഹൈ ടെമ്പറേച്ചർ ഫേവേഴ്സ് എൻഡോ. അപ്പൊ ഇത് ഫോർവേഡ് റിയാക്ഷൻ എക്സോ ആണ്, ഇത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോ എന്നാ പഠിച്ച്. ഫോർവേഡ് റിയാക്ഷൻ ആണ് ഇവിടെ, കണ്ടില്ലേ? ഇത് ഫോർവേഡ് റിയാക്ഷൻ ആണ് ഇവിടെ എക്സോ. അപ്പൊ ലോ ടെമ്പറേച്ചർ ആണ് എന്ത് ചെയ്യുക? എക്സോനെ ഫേവർ ചെയ്യുക. അപ്പൊ ഫോർവേഡ് റിയാക്ഷനെ ലോ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഫേവർ ചെയ്യും. അടുത്തത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് H2. മക്കളെ, റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കുറക്കാൻ നോക്കും. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കുറക്കണം എന്നുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ അല്ലേ നടക്കണ്ടേ? ആണ്. അതുകൊണ്ട് ഏത് ഓപ്ഷനാ മാർക്ക് ചെയ്യണ്ടേ? ഓപ്ഷൻ ഡി എന്ത് ചെയ്യാൻ മാർക്ക് ചെയ്യാം? ഡി ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ആ ലാഷാലിയർ പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മക്കൾ എന്ത് ചെയ്യണം? ഇന്ന് പോയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് ശേഷം എന്ത് ചെയ്യണം? നോക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഭാഗം അത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന്. അടുത്ത ചോദ്യം എന്താ? ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വിലിബ്രിയ KP ആൻഡ് KC ആർ നോട്ട് ഈക്വൽ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. 2 or 3 പ്രാവശ്യം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിക്കേണ്ട ഇക്വേഷൻ എന്താ? KP is equal to KC into RT raised to delta Ng എന്നുള്ള ഇക്വേഷൻ. ഡെൽറ്റ Ng എന്താ? പ്രൊഡക്റ്റിൽ എത്ര ഗ്യാഷ്യസ് മോൾ ഉണ്ടോ അതേ മൈനസ് റിയാക്ടൻസിൽ എത്ര ഗ്യാഷ്യസ് മോൾ ഉണ്ട് എന്ന്. നമ്മളെന്താ നോക്കിക്കേ, KP ഈക്വൽ ടു KC ആവരുത് എന്നാ. KP എപ്പോഴാണ് KC ആവുക? KP ഈക്വൽ ടു KC എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ ഇയാൾ 1 ആവണ്ടേ? എടാ, ഇയാൾ 1 ആവണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ ടേം മൊത്തം 1 ആവണം എന്നുണ്ടെങ്കിൽ ഡെൽറ്റ Ng ഈക്വൽ ടു 0 വന്നാൽ പോരെ. ഡെൽറ്റ Ng 0 വന്നാൽ ഇത് 0 വന്നാൽ RT റേസ് ടു 0 1 അല്ലേ? അപ്പൊ ഇത് മൊത്തത്തിൽ 1 വരും. അപ്പൊ KP ഈക്വൽ ടു KC എന്ന് എഴുതാം. അങ്ങനെ ആവരുത് എന്നാ പറഞ്ഞത്. അപ്പൊ ഏത് ഓപ്ഷൻ നോക്കാം നമുക്ക്? ഇവിടെ നോക്കിക്കേ, ഇവിടെ പ്രൊഡക്റ്റ് സൈഡിൽ 2 ഗ്യാഷ്യസ് മോൾ ഉണ്ട്. ടോട്ടൽ റിയാക്ടൻ സൈഡിൽ 1 ഗ്യാഷ്യസ് മോൾ ഉള്ളത്. അപ്പൊ 2 - 1 ആണ് ഡെൽറ്റ Ng വരിക. അപ്പൊ ഡെൽറ്റ Ng ഇവിടെ 1 ആണെങ്കിൽ KP ഈക്വൽ ടു KC എന്ന് എഴുതാൻ പറ്റൂല. KP ഈക്വൽ ടു KC ഇൻറ്റു RT. ബാക്കിയുള്ള എല്ലാത്തിലും നോക്കിക്കേ, ഇവിടെ 2 മോള, ഇവിടെ ടോട്ടൽ 2 മോള, ഇവിടെ 2 മോള, ഇവിടെ ടോട്ടൽ 2 മോള, ഇവിടെയും 2 മോള, ഇവിടെ ടോട്ടൽ 2 മോള ഗ്യാസ്. അപ്പൊ എല്ലാത്തിനും ഡെൽറ്റ Ng 0യാ, ഈ ബിയിലും സിയിലും ഡിയിലും. അപ്പൊ ഇതിന് 0 നിങ്ങൾ കൊടുത്താൽ, RT റേസ് ടു 0 എന്താ? 1. അപ്പൊ ഇത് മൊത്തം 1 ആയി പോകും. അപ്പൊ KP ഈക്വൽ ടു KC വരും. KP KC വരരുതെന്നാണ് ചോദ്യം. അപ്പൊ ഏത് ഓപ്ഷനാ മാർക്ക് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഇത് നല്ല പോലെ ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ വായിക്കാം. ഫോർ ദ റിയാക്ഷൻ 2A ഗിവ്സ് B+C, അതിന്റെ കേസ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അറ്റ് ഗിവ് ഏതൊരു സമയം, ഇക്വിലിബ്രിയം സമയം എന്ന് പറഞ്ഞിട്ടില്ല, ഏതോ ഒരു സമയത്ത് എന്റെയും ബിന്റെയും സിന്റെയും കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്റ്റ് എന്ന്. റിയാക്ഷൻ എങ്ങോട്ട് നടക്കുന്ന ചോദ്യം. മക്കളെ ഏതോ ഒരു സമയത്തുള്ള കോൺസെൻട്രേഷൻ അറിയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, QC കണ്ടുപിടിക്കാൻ പറ്റൂലേ? ഉറപ്പല്ലേ? QC കണ്ടുപിടിച്ചൂടെ? അപ്പൊ ഇതിന്റെ QC നമ്മൾ കണ്ടുപിടിക്കുക. QC എങ്ങനെ കണ്ടുപിടിക്കുക? QC ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B ബൈ കോൺസെൻട്രേഷൻ ഓഫ് A ന്റെ സ്ക്വയർ അല്ലേ? അറ്റ് ഏതോ ടൈം, അതായത് ഇക്വിലിബ്രിയം അല്ലാത്ത സമയത്തുള്ള ഈ ഒരു കോൺസെൻട്രേഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു വാല്യൂ നിങ്ങൾ ഇട്ട് കൊടുത്താൽ കിട്ടുന്ന വാല്യൂ ആണ് QC. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് സിയും എയും ബി ഒക്കെ 2 × 10⁻³ ആണ്. അപ്പൊ 2 × 10⁻³ ഇൻറ്റു 2 × 10⁻³ കോൺസെൻട്രേഷൻ ഓഫ് എയും 2 × 10⁻³ അതിന്റെ സ്ക്വയറാ. ഇതെല്ലാം കട്ട് ചെയ്ത് പോയില്ല. അപ്പൊ എന്താ കിട്ടുക? 1 ആ കിട്ടുക. QC 1 ആ. എടാ KC എന്താ? 4 × 10⁻³ ആണ്. അപ്പൊ QC കൂടുതലല്ലേ അല്ലെ? QC ഗ്രേറ്റർ ദാൻ KC അല്ലേ ഇവിടെ കിട്ടുന്നേ? QC ഗ്രേറ്റർ ദാൻ KC അല്ലേ? QC 1 ആ. KC ഇത്ര അല്ലേ ഉള്ളൂ. അപ്പൊ QC ഗ്രേറ്റർ ദാൻ KC ആ. എന്തായാലും അവസാനം ഇക്വിലിബ്രിയത്തിലോട്ട് എത്തൂലേ? ഇക്വിലിബ്രിയത്തിലോട്ട് എത്തും എന്ന് പറയുമ്പോൾ QC കുറഞ്ഞ് അതായത് അവസാനം എന്തായാലും വാല്യൂ KCയിലോട്ട് എത്തണം, ഈ വാല്യൂലോട്ട് എത്തണം. അപ്പൊ QC ഗ്രേറ്റർ ദാൻ KC ആണ്. അവസാനം KCയിലോട്ട് എത്തണം. അതായത് QC കുറഞ്ഞ് അവസാനം എന്തായാലും ഇങ്ങോട്ട് എത്തും, KCയിലോട്ട് എത്തും. അപ്പൊ QC കുറയണം എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം? കുറയണം അല്ലെ? എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് കുറയണം എന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. അപ്പൊ ഏത് ഓപ്ഷനാ മാർക്ക് ചെയ്യുക? ഓപ്ഷൻ C എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യാം. C ആണ് ആൻസർ ആയിട്ട് വരിക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് QC ഗ്രേറ്റർ ദാൻ KC ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷനാ, QP ഈക്വൽ ടു KC ആണെങ്കിൽ ഇക്വിലിബ്രിയ, QP ലെസ് ദാൻ KC ആണെങ്കിൽ ഇനി QP കൂടി KCയിലോട്ട് എത്തണം. ഇക്വിലിബ്രിയത്തിന്റെ അവസാനം എത്തും. അപ്പൊ QP കൂടി വരണം എന്ന് പറയുമ്പോൾ ഇത് കൂടണം, പ്രൊഡക്റ്റ് കൂടണം എന്നുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കണം. നിങ്ങൾ പഠിച്ചതാ. ഓക്കെ. അപ്പൊ QP ഗ്രേറ്റർ ദാൻ KC ആണെങ്കിൽ ബാക്ക്വേർഡ് ആയിരിക്കും, QP ലെസ് ദാൻ KC ആണെങ്കിൽ ഫോർവേഡ് ആയിരിക്കും, QP ഈക്വൽ ടു KC ആണ് ഇക്വിലിബ്രിയ ആയിരിക്കും. ആ പോയിന്റ്, ആ ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്ന് പോയിട്ട് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊക്കെ NEET 2024 ചോദിച്ച ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിലുള്ള ഇക്വിലിബ്രിയം സമയത്തുള്ള ഓരോന്നിന്റെയും കോൺസെൻട്രേഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒരു ചോദ്യം എന്താ? ഇഫ് 0.1 മോൾ, അതായത് ഈ എന്നോന്റെ കോൺസെൻട്രേഷൻ ക്വസ്റ്റ്യനിൽ തന്നു. അതായത് ഇനീഷ്യലി ഇഫ് 0.1 മോൾ per liter of NO is taken in a closed vessel, what will be the degree of dissociation? ആ ചോദ്യം. അതായത് ഓരോ സമയത്ത് ഇക്വിലിബ്രിയം സമയത്ത് ഓരോന്നിന്റെയും കോൺസെൻട്രേഷൻ തന്നു. എന്നിട്ട് ഇനീഷ്യലി ഇയാളുടെ കോൺസെൻട്രേഷനും ക്വസ്റ്റ്യനിൽ തന്നു. എന്നിട്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയാണ് കണ്ടുപിടിക്കണ്ടേ. മക്കളെ നിങ്ങൾക്ക് അറിയാം KC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2 ബൈ കോൺസെൻട്രേഷൻ ഓഫ് NOന്റെ സ്ക്വയർ അല്ലേ? അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതെല്ലാം ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? KCന്റെ വാല്യൂ കിട്ടും. KC 1.607 കിട്ടും. എന്ത് കിട്ടും? 1.607 കിട്ടും. നമുക്ക് ആൽഫയെ കണ്ടുപിടിക്കണ്ടേ. മക്കളെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എന്താ ചെയ്യേണ്ട? ഒരു റിയാക്ഷൻ എഴുതുക. അവർ തന്നിട്ടുള്ള റിയാക്ഷൻ എന്ത് ചെയ്യുക? നല്ല വൃത്തിയായിട്ട് എഴുതുക. അവർ തന്ന റിയാക്ഷൻ എഴുതി. ഇനീഷ്യലി എത്ര എടുത്തത്? 0.1 എടുത്തത്. ഇനീഷ്യലി എനിക്ക് റിയാക്ടൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രൊഡക്റ്റ് 0. ഇനി നിങ്ങൾക്ക് അറിയാം എന്താ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഒരു മോൾ എടുത്താൽ അതിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്ന ആൾ വിളിക്കുന്ന പേരാണ് ആൽഫ. ഒന്നിൽ നിന്ന് എത്ര പോയി? അതാണ് ആൽഫ. അതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഒരു മോൾ നിങ്ങൾ ഇയാൾ എടുത്താൽ അതിൽ നിന്ന് എത്ര പോയി? അതിനെ പറയുന്ന പേര് ആൽഫ. അപ്പൊ ഒന്നെടുത്താൽ ആൽഫ പോവും. അപ്പൊ 2 എടുത്താൽ 2 ആൽഫ പോവും. 0.1 എടുത്താലോ 0.1 ആൽഫ പോവും. C എടുത്താലോ C ആൽഫ പോവും. അതാ പഠിക്കേണ്ട. അപ്പൊ ഒന്നിൽ നിന്ന് എത്ര ഡിസോസിയേറ്റ് ചെയ്തു? അതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പം ഒന്നിൽ നിന്ന് ആൽഫ പോവും. അപ്പൊ 0.1 അല്ല എടുത്തേ. അപ്പൊ 0.1 എത്ര പോവും? 0.1 ആൽഫ പോവും. ബാക്കി നിങ്ങൾക്ക് അറിയലുണ്ടാകും. ഇതിന്റെ കോഫിഷ്യന്റ് 2 ആ, ഇതിന്റെ രണ്ടിന്റെ കോഫിഷ്യന്റ് 1 ആ. അതിന്റെ അർത്ഥം എന്താ? ഇവിടുന്ന് എത്രയാണോ പോയത് അതിന്റെ പകുതിയെ ഇവിടെയും കിട്ടുള്ളൂ. അപ്പൊ 0.1 ആൽഫ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി എവിടെയും കിട്ടുള്ളൂ, അതിന്റെ പകുതി എവിടെയും കിട്ടുള്ളൂ. ഇനി കേസിന്റെ ഇക്വേഷൻ അറിയില്ലേ? കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2 അല്ലേ? ഇത് രണ്ടും അല്ലേ? അത് ഇവിടെ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. ബൈ കോൺസെൻട്രേഷൻ ഓഫ് NOന്റെ സ്ക്വയർ അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് NO ഇപ്പതല്ലേ? അതിന്റെ സ്ക്വയർ കൊടുത്തു. കേസ് ഞാൻ ആൾറെഡി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഓരോ വാല്യൂം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് ഇതിന്റെ സൊല്യൂഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്.
അങ്ങനെ ചെയ്ത് ആൽഫന്റെ വാല്യൂ കിട്ടും 0.717 വരിക. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. ആ ഒരു ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് നിങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ, അത് നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നുള്ള ടോപ്പിക് എന്ന, അതായത് ഒരു റിയാക്ഷന്റെ K1 ഇതിന്റെ തരും, എന്നിട്ട് ഇതിന്റെ ചോദിക്കും, അങ്ങനെയൊക്കെ. അതായത് നോക്കിക്കേ, ഒന്നാമത്തെ റിയാക്ഷൻ തരും, എന്നിട്ട് ആ റിയാക്ഷനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒക്കെ എന്തെങ്കിലും ചോദിക്കും. അത് നിങ്ങൾ നോക്കിക്കേടാ, ഈ റിയാക്ഷൻ എന്താ ചെയ്ത് ഈ റിയാക്ഷൻ ആക്കാൻ ആലോചിച്ചാൽ പെട്ടെന്ന് ആൻസർ പറ. അതായത് ഒന്നാമത്തെ റിയാക്ഷനിൽ A2 റിയാക്ടൻസ് സൈഡിലാണ്, പക്ഷെ ഇവിടെ A2 പ്രൊഡക്റ്റ് സൈഡിലാണ്. അപ്പൊ ഒന്നാമത്തെ റിയാക്ഷൻ എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ട്, തല തിരിച്ചിട്ടാലേ നമുക്ക് ഈ റിയാക്ഷൻ കിട്ടുള്ളൂ. അപ്പം K2 നമുക്ക് എന്ത് ചെയ്താം, ഇങ്ങനെ ചെയ്താം, K2 ഒരു റിയാക്ഷൻ തല തിരിക്കുമ്പോൾ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താവുന്ന പഠിച്ച നിങ്ങള്, റെസിപ്രോക്കൽ എടുക്കണം എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ K2 = 1/K1. അത്ര തല തിരിച്ചത് മാത്രമാണോ? അല്ല, പിന്നെ എന്തും ചെയ്തിട്ടുണ്ട്. ഇവിടെ 2A3B പ്രൊഡക്റ്റ് ഇല്ല, ഇവിടെ A3B റിയാക്ടൻസിലുള്ളത്. അപ്പൊ തല തിരിച്ചിട്ടുണ്ട്. അത് മാത്രല്ല, ഇവിടെ 2, ഇവിടെ 1. അപ്പൊ ഈ ഒരു റിയാക്ഷന്റെ ഹാഫ്, ഇവിടെ 2ന്റെ ഹാഫ് അല്ല 1, പിന്നെ 3ന്റെ ഹാഫ് അല്ല 3/2. അപ്പൊ തല തിരിച്ചതിന് ശേഷം ആ റിയാക്ഷനെ ഹാഫും ചെയ്തിട്ടുണ്ട്. ഒരു റിയാക്ഷനെ നമ്മൾ × 2 ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ മുകളിൽ സ്ക്വയർ കൊടുക്കുക. ×½ ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ മുകളിൽ ഹാഫ് കൊടുക്കുക. അപ്പൊ ഇക്വിലിബ്രിയം ഇതിന്റെ, അതായത് ഇതിന്റെ പവറിൽ എന്ത് കൊടുക്കുക, ഹാഫ് കൊടുക്കുക. അപ്പം ½ അതായത് ഏത് ഓപ്ഷനാ വരിക, ഓപ്ഷൻ ഡി ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. നിങ്ങൾക്ക് അറിയാം, ഒരു റിയാക്ഷനെ മൾട്ടിപ്ലൈ എന്തിനെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതെന്ത് ചെയ്യണം, പവറിൽ കൊടുക്കണം. തല തിരിച്ചാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താകും, റെസിപ്രോക്കൽ എടുക്കണം. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഭാഗം പോയിട്ട് വീണ്ടും എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. അടുത്തത്, അതായത് KP ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ KP തന്നിട്ടുണ്ട് 3. ഇതിനെന്താ ചോദ്യം, KC ചോദ്യം. കണ്ടില്ല, വീണ്ടും ചോദിച്ചു. KPയും KC നമ്മളെ റിലേഷൻ ഇല്ലാണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പൊ KPയും KC നമ്മളുടെ റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പൊ നമുക്കറിയാം KP = KC × RT⁻⁴ അപ്പൊ KC ആണ് കണ്ടുപിടിക്കണ്ടേ. ഇതിൽ നിന്ന് KCന്റെ ഇക്വേഷൻ ഉണ്ടാക്കി. ഈ ഇക്വേഷൻ ΔNG എന്താ നോക്കി പറഞ്ഞേ, ΔNG എന്താ, ഇവിടെ 2 ഗ്യാസാ ഉള്ളത്, ഇവിടെ 1 ഗ്യാസേ ഉള്ളൂ. ഇയാൾ സോളിഡാ, നോക്കണ്ട. അപ്പൊ 2ന്ന് 1 കുറച്ചാൽ 1 അല്ലേ. അപ്പൊ ΔNG 1 കിട്ടി. KP ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 6 വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അല്ലെ നമുക്കറിയാം, ലിറ്റർ ATM ഈ വാല്യൂ നമുക്കറിയാം. ടെമ്പറേച്ചർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതെല്ലാം പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, KC കിട്ടും. KC = 0.036, അതായത് 3.6 × 10⁻². ഓപ്ഷൻ സി എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. സി ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതായത് ഇത് 2022 ചോദിച്ച ചോദ്യമാണ്. എല്ലാ ചോദ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. ഫിസിക്കൽ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്നും അതേപോലെ ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്നും എല്ലാ ഭാഗവും എടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷന്റെ KC തന്നിട്ടുണ്ട്. എന്നിട്ട് O2ന്റെ ഇക്വിലിബ്രിയം സമയത്തുള്ള കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. പിന്നെ O3യുടെ കോൺസെൻട്രേഷൻ ആണ് ചോദ്യം. എളുപ്പം മക്കളെ. അതായത് KPയും KCയും റിയാക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. കേസിന്റെ ഇക്വേഷനും കാര്യങ്ങളും. ഒരു റിയാക്ഷൻ തന്നാല് കേസിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാന്നൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്, O2ന്റെ ഇയാളുടെ ഇക്വിലിബ്രിയം സമയത്തുള്ള കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ഈ റിയാക്ഷന്റെ KC തന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയം സമയത്തുള്ള ഇയാളുടെ കോൺസെൻട്രേഷൻ ആണ് ചോദ്യം. എന്തെളുപ്പ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, കേസിന്റെ ഇക്വേഷൻ എഴുതുക. കേസിന്റെ ഇക്വേഷൻ എന്താ, കോൺസെൻട്രേഷൻ ഓഫ് O3ന്റെ സ്ക്വയർ ബൈ കോൺസെൻട്രേഷൻ ഓഫ് O2ന്റെ ക്യൂബ് അല്ലെ. അത് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ, കോൺസെൻട്രേഷൻ ഓഫ് O3 ആണ് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഇത് ഇവിടെ വെക്കുക, ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു. ഓക്കെ, അങ്ങനെ ചെയ്ത് അവസാനം നമുക്ക് എന്ത് കിട്ടും, O3 സ്ക്വയറും പിന്നെ അതിന്റെ എന്ത് ചെയ്തിടണം, റൂട്ട് എടുക്കണം. നമുക്കത് O3 സ്ക്വയർ അല്ല കിട്ടുക, O3ന്റെ കോൺസെൻട്രേഷൻ അല്ലേ വേണ്ടേ. അപ്പൊ നമ്മൾ O3ന്റെ സ്ക്വയർ കിട്ടിയാൽ കോൺസെൻട്രേഷൻ ഓഫ് O3 കണ്ടുപിടിക്കാം. അതിന്റെ റൂട്ട് എടുത്താൽ മതി. ലാസ്റ്റ് ഇതിന്റെ എന്ത് ചെയ്താൽ മതി, റൂട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എടുത്താൽ എന്ത് കിട്ടും, ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ എ ആണ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ വരുന്നുണ്ട്. ആ വാക്കൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നോക്കി പഠിക്കണം. പഠിക്കൂലേ, പഠിക്കണം. അടുത്തത് നീറ്റ് 2018 ചോദിച്ച ചോദ്യമാണ്. Which one of the following condition will favor maximum formation of product? വീണ്ടും നോക്കിക്കേ, ലാഷറൽ പ്രിൻസിപ്പിൾ അല്ലേ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇത് എന്ത് റിയാക്ഷനാ, എക്സോതെർമിക് റിയാക്ഷനാ. ഞാൻ പറഞ്ഞല്ലോ, ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോ. ഇതിന്റെ അർത്ഥം എക്സോതെർമിക്. ഏത്, ഫോർവേഡ് എക്സോ. അപ്പൊ ബാക്ക്വേർഡ് എന്തായിരിക്കും, എൻഡോ. ഫോർവേഡ് എക്സോ ആണ്, ബാക്ക്വേർഡ് എൻഡോയാ. അപ്പൊ ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോ.
അപ്പൊ എക്സോനെ ഫേവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറക്കുന്ന നല്ലത്. ഇവിടെ എക്സോ ആണ് ഫോർവേഡ്. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിയാലോ എൻഡോനെ ഫേവർ ചെയ്യാം. ഇവിടെ ഫോർവേഡ് ആണ് എക്സോ എന്ന് മനസ്സിലായി. അപ്പൊ ബാക്ക്വേർഡ് ആയിരിക്കും എൻഡോ. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിയാൽ ബാക്ക്വേർഡാണ് നടക്കുക. അപ്പൊ ഈ സൈൻ നോക്കുക. ഇത് ഫോർവേഡ് റിയാക്ഷന്റെ ആണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഇത് നെഗറ്റീവ് ആണ്, എക്സോതെർമിക് ആണ്. അതായത് ഫോർവേഡ് എക്സോതെർമിക് ആണ്. ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോതെർമിക്. ഈ ടെമ്പറേച്ചർ ഇനി പ്രഷർ കൂട്ടിയാലോ? പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം എന്താക്കാനാ നോക്കുക? നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ കുറക്കാൻ നോക്കും. പ്രഷർ കുറക്കണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് റിയാക്ഷൻ നടക്കുക? എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് കുറവുള്ളത് അങ്ങോട്ട്. പ്രഷർ കുറക്കണം എന്നുണ്ടെങ്കിൽ എവിടെയാണ് നമ്പർ ഓഫ് മോൾ ഓഫ് ഗ്യാസ് കുറവുള്ളത് അങ്ങോട്ട്. ഇപ്പൊ പ്രഷർ കൂട്ടി സിസ്റ്റം പ്രഷർ കുറക്കാൻ നോക്കും. അതായത് നമ്പർ ഓഫ് മോൾ കുറവുള്ളത് ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പൊ കുറവുള്ളോടത്ത് റിയാക്ഷൻ നടക്കും, അതായത് ഫോർവേഡ് നടക്കും. അതാണ് ചോദ്യം. മാക്സിമം ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഫോർവേഡ് നടക്കണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. എ ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. വീണ്ടും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാണ്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. എന്താ എളുപ്പം മക്കളെ, ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ NH3 റിയാക്ടൻസ് സൈഡിലല്ലേ നമുക്ക് വേണ്ട റിയാക്ഷൻ ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റാ കണ്ടുപിടിക്കണ്ടേ. അതിന് പകരം ഒരു 3 റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ NH3 എവിടെയുള്ളത്? റിയാക്ടൻസ് സൈഡിലാണ്. ഇവിടെ NH3 എവിടെയുള്ളത്? പ്രൊഡക്റ്റ് സൈഡിലാണ്. അപ്പൊ എന്തായാലും ഈ റിയാക്ഷനെ തല തിരിക്കേണ്ടി വരും, എന്നാൽ ഈ റിയാക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ ഈ റിയാക്ഷനെ തല തിരിക്കുമ്പോ K1 എന്താവും? 1/K1 ആവും. അപ്പൊ എന്തായാലും 1/K1 വേണം. ഇവിടുത്തെ 1/K2. അപ്പൊ ഇത് ഓപ്ഷൻ അല്ല. ഇതും ഓപ്ഷൻ ആവാം. ഇനി അടുത്ത് നിങ്ങൾ നോക്കേണ്ടത് നോക്കിക്കോട്ടോ. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2NO ആണ് പ്രൊഡക്റ്റില്, ഇവിടെയും 2NO പ്രൊഡക്റ്റിൽ തന്നെയാണ്. അപ്പൊ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ K2 എങ്ങനെയാണോ അത് K2 മുകളിൽ തന്നെ കൊടുക്കൊന്നും ചെയ്യണ്ട. അടുത്ത ഇവിടെ 3H2O ഉണ്ട്. ഇവിടെയും പ്രൊഡക്റ്റിൽ 3H2O, ഇവിടെയും പ്രൊഡക്റ്റിൽ H2O. അപ്പൊ ഇതിനെ റിവേഴ്സ് ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഇവിടെ പ്രൊഡക്റ്റിൽ 1 H2O ഉള്ളൂ, ഇവിടെ പ്രൊഡക്റ്റിൽ 3 H2O ഉണ്ട്. അപ്പൊ ഈ റിയാക്ഷൻ ഇൻറ്റു 3 ചെയ്താലേ 3H2O കിട്ടുള്ളൂ. അപ്പൊ ഇൻറ്റു 3 ചെയ്താൽ K3ന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മുകളിൽ 3 കൊടുക്കണം, പവറിൽ കൊടുക്കണം എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ K3 ക്യൂബാ വരിക. ഇതിനൊന്നും ചെയ്യണ്ട, K2 ആണ് വരിക. അപ്പൊ K2 K3 ക്യൂബ് ഇത് തല തിരിച്ചിട്ടത് കൊണ്ട് 1/K1. ഏത് ഓപ്ഷനാ വരിക? ഓപ്ഷൻ എ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. എ ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് 2017 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം. ഇതും 2017 ചോദിച്ച ചോദ്യമാണ്. ഇത് അത്യാവശ്യം അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടൂല. പക്ഷെ എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ നോക്കുക. അതായത് എൻ്റെ അടുത്ത് 20 ലിറ്റർ കണ്ടെയ്നർ ഉണ്ട്. അയാളുടെ ടെമ്പറേച്ചർ ഫിക്സ്ഡ് ആണ്, 400 കെൽവിൻ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെന്ന് മനസ്സിലായി. അതിൽ കണ്ടെയ്ൻ CO2 ഉണ്ട്. അറ്റ് പ്രഷർ 0.4 atm. അപ്പൊ V1 തന്നിട്ടുണ്ട്, P1 തന്നിട്ടുണ്ട്. And in excess of ഈ റിയാക്ഷൻ ആണ് അവർ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ദ വോളിയം ഓഫ് ദി കണ്ടെയ്നർ ഈസ് നൗ ഡിക്രീസ്ഡ്. വോളിയം കുറച്ചു. By moving the movable piston fitted in the container, the maximum volume of the container when pressure of CO2 attain its maximum value എന്നാ ചോദ്യം. ഇനീഷ്യൽ വോളിയം തന്നിട്ടുണ്ട്, ഇനീഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്. ഇനി ചോദ്യം എന്താ? മാക്സിമം പ്രഷർ ആവുന്ന സമയത്തുള്ള വോളിയം എന്താന്നാ ചോദ്യം. അതായത് ഈ പ്രഷറിൽ ഉള്ള വോളിയം തന്നിട്ടുണ്ട്. ഞാൻ ചോദ്യം എന്താ? മാക്സിമം പ്രഷർ ആവുന്ന സമയത്ത് എന്ന് വെച്ചാൽ എന്താ? ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാലുള്ള പ്രഷർ ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ മാക്സിമം പ്രഷർ ആയിട്ട് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. അപ്പൊ ഈ റിയാക്ഷൻ നിങ്ങൾ നോക്കുക. ഈ റിയാക്ഷനിൽ പെട്ടെന്ന് പറ, KPന്റെ ഇക്വേഷൻ പറ. എടാ ഒരു റിയാക്ഷൻ തന്നാൽ KPയുടെയും KCന്റെ ഇക്വേഷൻ എഴുതാൻ അറിയില്ല നിങ്ങൾക്ക്? എടാ ഇത് സോളിഡ് അല്ലേ, ഇതും സോളിഡ് അല്ലേ? അതിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ നമ്മൾ യൂണിറ്റി ആയിട്ടല്ലേ എടുക്കുക. നമ്മൾ ഇയാളെയും എന്ത് ചെയ്യൂല? മൈൻഡ് ചെയ്യൂലല്ലോ, ഇല്ല. അപ്പൊ അപ്പൊ ഇവിടെ ഇയാള് മാത്രമല്ലല്ലോ. അപ്പൊ KPന്റെ ഇക്വേഷൻ എന്താ? പ്രഷർ ഓഫ് CO2 നേരിക്കൂടെ. KP തന്നിട്ടുണ്ടല്ലോ. അപ്പൊ പ്രഷർ ഓഫ് CO2 തന്നെയാണ് KP നേരിക്കൂടെ. ഉറപ്പല്ലേ? ഇത് സോളിഡ് ആണ്, മൈൻഡ് ചെയ്യുക, യൂണിറ്റി ആയിട്ട് എടുക്കുക. ഇതും സോളിഡ് ആണ്, യൂണിറ്റ് ആയിട്ട് എടുക്കുക. അപ്പൊ KP is equal to പാർഷ്യൽ പ്രഷർ ഓഫ് CO2 നേരിക്കൂടെ. അപ്പൊ ഇക്വിലിബ്രിയം സമയത്തുള്ള പ്രഷറാണ് മാക്സിമം പ്രഷർ ആയിട്ട് എടുക്കേണ്ടത്. അതെന്താണ്? ഇത് PCO2 ഈക്വൽ ടു KP ആണല്ലോ. അപ്പൊ 1.6 ആയിട്ട് എടുക്കാം. അതാണ് നിങ്ങൾ P2 ആയിട്ട് എടുക്കേണ്ടത്. ചോദ്യം എന്താ? ഇനീഷ്യൽ വോളിയവും ആ സമയത്തുള്ള പ്രഷറും തന്നിട്ടുണ്ട്. വോളിയം ഓഫ് ദി കണ്ടെയ്നർ ഇസ് നൗ ഡിക്രീസ്ഡ്. വോളിയം കുറച്ചു, അപ്പൊ പ്രഷർ കൂടും. അപ്പൊ വോളിയം കുറച്ചു, നൗ ഡിക്രീസ്ഡ് ബൈ മൂവിംഗ് ദ മൂവബിൾ പിസ്റ്റൺ ഫിറ്റഡ് ഇൻ ദ കണ്ടെയ്നർ. അപ്പൊ ദ മാക്സിമം വോളിയം ഓഫ് ദി കണ്ടെയ്നർ വെൻ പ്രഷർ ഓഫ് CO2 അറ്റൈൻ ഇറ്റ്സ് മാക്സിമം വാല്യൂ. പ്രഷർ ഓഫ് CO2 അറ്റൈൻ ഇറ്റ്സ് മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ
ഇക്വിലിബ്രിയം സമയത്തുള്ള പ്രഷറാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് പഠിക്കുക. ഇപ്പൊ P1 തന്നു, V1 തന്നു. മാക്സിമം പ്രഷർ ഓഫ് CO2 മീൻസ് PCO2 അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം സമയത്തുള്ള പ്രഷർ ഓഫ് CO2 വിളിക്കുന്ന പേരാണ് എന്ത്? മാക്സിമം പ്രഷർ ഓഫ് CO2. അപ്പൊ നമുക്ക് കണ്ടാലറിയാം, ഇക്വേഷൻ കണ്ടാലറിയാം, ഇതിന് മൈൻഡ് ചെയ്യൂല. അപ്പൊ Kp = എന്താ? പ്രഷർ ഓഫ് CO2 ആണ്, പാർഷ്യൽ പ്രഷർ ഓഫ് CO2 ആണ്. അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പൊ Kp തന്നിട്ടുണ്ട്, അതുകൊണ്ട് പാർഷ്യൽ പ്രഷർ ഓഫ് CO2 തന്നെയാണ് 1.6 atm ആണ്. അതാണ് നിങ്ങൾ എന്തായിട്ട് എടുക്കേണ്ടത്? P2 ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം P1 V1 = P2 V2. അല്ലെങ്കിൽ V2 എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. കാരണം P2 നമ്മളിവിടെ കണ്ടുപിടിച്ചു, P1 V1 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. V2 കണ്ടുപിടിച്ചാൽ 5 ലിറ്റർ കിട്ടും. 5 ലിറ്റർ ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, അതായത് APMT, അതായത് നീറ്റിന് മുന്നേ ഉള്ള എക്സാം ആയിരുന്നു APMT. നീറ്റിന്റെ മുന്നേ ഉള്ള എക്സാം ആണ് APMT. ഇവിടെ വീണ്ടും നിങ്ങൾ നോക്കി, ഒരേ ചോദ്യം കണ്ടില്ലേ? 3-ാം പ്രാവശ്യം ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലാഷാൽ പ്രിൻസിപ്പിൾ വെച്ചിട്ട്. ഇത് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് എങ്ങനെ ഫോർവേഡ് റിയാക്ഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് ഇത് നമ്മൾ ചെയ്തു. ഇത് നീറ്റ് 2024 ചോദിച്ച ചോദ്യം, ആ പണ്ട് ചോദിച്ച ചോദ്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നത്. അപ്പൊ ലാഷാൽ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഫോർവേഡ് റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഹീറ്റ് റിലീസ്, എടാ പ്രൊഡക്റ്റിന്റെ കൂടെ ഹീറ്റ് എഴുതി വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, എക്സോതെർമിക് ആണ്, ഹീറ്റ് റിലീസ് ചെയ്തു എന്നാ. ഡെൽറ്റ എച്ച് + എഴുതി വെച്ചാൽ അത് എൻഡോതെർമിക് ആണ്. ഡെൽറ്റ എച്ച് = നെഗറ്റീവ് എന്ന് എഴുതി വെച്ചാൽ അത് എക്സോതെർമിക് ആണ്. ഇത് അങ്ങനല്ല, ഇത് പ്രൊഡക്റ്റിന്റെ കൂടെ ഡെൽറ്റ എച്ച് എന്നല്ല എഴുതി വെച്ച് പ്രൊഡക്റ്റിന്റെ കൂടെ ഹീറ്റ് കിട്ടിയിട്ടുണ്ട്, അതായത് എനർജി റിലീസ് ചെയ്തിട്ടുണ്ട്, എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതായത് ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോ എന്നല്ലേ? ഇത് ഫോർവേഡ് റിയാക്ഷൻ ആണ് എക്സോ എന്ന് മനസ്സിലായി. അപ്പം ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോ എന്നല്ലേ ആണ്. ഇപ്പൊ ടെമ്പറേച്ചർ കുറക്കുന്ന നല്ലത് ബൈ ഡിക്രീസിങ് ടെമ്പറേച്ചർ. ഇനി അടുത്തത് പറ്റുമോ നോക്കിക്കേ. പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം പ്രഷർ കുറക്കാൻ നോക്കും. ഞാൻ 3-ാം വട്ടമായി പറയുന്നത്. പ്രഷർ കൂട്ടിയാൽ പ്രഷർ കുറക്കാൻ നോക്കും. പ്രഷർ എങ്ങനെ കുറക്കല്? നമ്പർ ഓഫ് മോൾ കുറവുള്ള സൈഡിലോട്ട് റിയാക്ഷൻ നടക്കും. അപ്പൊ നമ്മൾ പ്രഷർ കൂട്ടുക, സിസ്റ്റം പ്രഷർ കുറക്കാൻ നോക്കും, നമ്പർ ഓഫ് മോൾ കുറവുള്ള സൈഡിലോട്ട് റിയാക്ഷൻ നടക്കും. അതുകൊണ്ട് ഫോർവേഡ് റിയാക്ഷൻ ആണ്. ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോതെർമിക് ആണ്, അതുകൊണ്ട് അതും ഫേവേഴ്സ് ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഇത് 3-ാം വട്ടമാണ് ഈ ചോദ്യം വരുന്നത്. ഓക്കെ, അടുത്തത് ഇത് നിങ്ങൾ ഇക്വിലിബ്രിയത്തിലും അതേപോലെ ഇലക്ട്രോ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന റിയാക്ഷന നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് മുന്നേ വേറെ എക്സാമിനൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡെൽറ്റ G0 ലോഗ് കെയും തമ്മിലുള്ള റിലേഷൻ ആ ചോദ്യം. നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഈ ഇക്വേഷൻ പഠിക്കുക. ഏത് സമയത്തും ഡെൽറ്റ G = ഡെൽറ്റ G0 + RT ln QC. ഇക്വിലിബ്രിയത്തിൽ QCക്ക് പകരം എന്ത് എഴുതി വെക്കാം? നിങ്ങൾക്ക് KC എന്ന് എഴുതി വെക്കാം. ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ G = 0 ആണ്. അപ്പൊ ഇതിന് 0 കൊടുത്താൽ, QCക്ക് KC കൊടുത്താൽ ഡെൽറ്റ G0 അവിടെ വെക്കുക. ഇയാൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +RT എന്താവും? -RT ln KC ആകും. ln മാറ്റി ലോഗിലോട്ട് മാറ്റുമ്പോൾ ഒരു 2.303 ലോഗ് KC എന്ന് എഴുതി വെക്കാം. അപ്പം ഇത് ഏത് ഓപ്ഷനാ? ലോഗിലോട്ട് മാറ്റുമ്പോൾ ഓപ്ഷൻ എ എന്ത് ചെയ്യും? ആൻസർ ആയിട്ട് വരും. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇഫ് ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ എ പെർട്ടിക്കുലർ റിയാക്ഷൻ. അവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ നോക്കിയിട്ട് റിയാക്ഷൻ എങ്ങോട്ടാ നടക്കാന്ന് പറയാൻ പറ്റുമോ? പറ്റും. അതായത് എങ്ങോട്ടാ കൂടുതൽ നടന്നതെന്ന് പറയാൻ പറ്റുമോ? എങ്ങോട്ടാ നടക്കാന്നല്ല, ഇനി എങ്ങോട്ടാണ് കൂടുതൽ നടന്നത്, റിയാക്ഷൻ എപ്പോഴാ സ്റ്റോപ്പ് ആയെന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വളരെ കുറവാണ്. അവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ് അല്ലേ? അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വളരെ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പ്രൊഡക്റ്റ് വളരെ കുറവാന്നല്ലേ? പ്രൊഡക്റ്റ് വളരെ കുറവാ മീൻസ് അതിന്റെ അർത്ഥം എന്താ? റിയാക്ഷൻ കുറച്ചേ പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവുള്ളൂ, കുറച്ചേ ഫോർവേഡ് നടന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷനും റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനിലും എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. അതിനെ പറയുന്ന പേരാ ഇക്വിലിബ്രിയം എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വളരെ കൂടുതലാണ്. അതിന്റെ അർത്ഥം എന്താ? റിയാക്ഷൻ കുറേ മുന്നോട്ട് നടന്നതിന് ശേഷം അവസാനമായിരിക്കും റിയാക്ഷൻ അതായത് റിയാക്ടന്റ് കുറേ പ്രൊഡക്റ്റ് ആയിട്ട് മാറി അവസാനം എത്തിയപ്പോഴായിരിക്കും ഇക്വിലിബ്രിയം എത്തിയിട്ടുണ്ടാവുക. ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടില്ല, റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കുറയില്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് നോക്കും. അപ്പൊ ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വളരെ കൂടുതലാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വളരെ കൂടുതലാ മീൻസ് അതിന്റെ അർത്ഥം പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാന്നല്ലേ? അപ്പൊ കുറെ റിയാക്ഷൻ മുന്നോട്ട് നടന്ന് പ്രൊഡക്റ്റ് കുറെ കിട്ടിയതിന് ശേഷം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൂടാൻ കാരണം. അപ്പം മുന്നോട്ട് റിയാക്ഷൻ കുറെ നടന്നിട്ടുണ്ടാകും, അതായത് മോസ്റ്റ്ലി പ്രൊഡക്റ്റ് ആയിരിക്കും, കുറെ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അവിടെ കൂടിയത്. ഇനി ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൂടുമില്ല കുറയില്ല, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ റിയാക്ടിന്റെ കോൺസെൻട്രേഷൻ. ആ കാര്യം എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും നോക്കിക്കേ.
ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ആ പ്രോപ്പർട്ടീസ് അത് നോക്കിക്കേ. ഈ ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ റിയാക്ഷന്റെ എന്താന്നാ ചോദ്യം. എടാ ഈ റിയാക്ഷനെ ഇൻറ്റു ഹാഫ് ചെയ്താലല്ലടാ ഇത് കിട്ടുക. N2നെ ഹാഫ് ചെയ്താലല്ലടാ ഹാഫ് N2 കിട്ടുക. അപ്പൊ ഇതിനെ ഹാഫ് ചെയ്താലാണ് ഇത് കിട്ടുള്ളൂ. അപ്പം ഇതിന് എന്താണ് നമ്മൾ എന്തിനെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, അത് പവറിൽ കൊടുക്കണം എന്നല്ല പഠിച്ചത്. അപ്പൊ ഇതിൻ്റെത് കെ ആണെങ്കിൽ ഇതിനെ ഹാഫ് ചെയ്താൽ ഇതിൽ കെ റൈസ് ടു ഹാഫ് അല്ലേ കൊടുക്കണ്ടേ. അതായത് ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്നുള്ള ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യം എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞേ. ഒന്ന് KPയുടെയും KCയുടെയും തമ്മിലുള്ള റിലേഷൻ. KP = KC × RT റൈസ് ഡെൽറ്റ NG. ആ ഡെൽറ്റ NG എന്താന്നൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം. പിന്നെന്താ, ഒരു റിയാക്ഷൻ തന്നാൽ അതിന്റെ KCന്റെ ഇക്വേഷൻ എഴുതാൻ പറ്റണം. ഒരു റിയാക്ഷൻ തരും, ഇക്വിലിബ്രിയം സമയത്തുള്ള ഓരോന്നിന്റെയും കോൺസെൻട്രേഷൻ തരും, എന്നിട്ട് KC എന്താന്ന് ചോദിക്കും. അപ്പൊ KCന്റെ റിലേഷൻ ഇക്വേഷൻസും കാര്യങ്ങളും പഠിക്കണം. പിന്നെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ടോപ്പിക് ഏതാ, ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു റിയാക്ഷൻ ഇൻഡു ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ എന്ത് ചേഞ്ച് വരും, ആ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിന്നെ ഡെൽറ്റ ജിന്റെ ഇക്വേഷനും കാര്യങ്ങളും പഠിക്കുക. ഇത്രയും ടോപ്പിക് എന്നാണ് ഇതുവരെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ഇത് മാത്രമേ വരൂ എന്ന് ഞാൻ ഒരിക്കലും പറയൂല കേട്ടോ. നിങ്ങൾ ഈ ഭാഗമെങ്കിലും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പോയിട്ട് നോക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, അയോണിക് ഇക്വിലിബ്രിയം ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ വേറെ സെക്ഷനിൽ കാണാം.